വെൽക്കം ബാക്ക് ടു ബീനാസ് ലേണിംഗ് ക്ലാസ്. 8ാം ക്ലാസ്സിലെ ബേസിക് സയൻസ് അല്ലെങ്കിൽ അടിസ്ഥാന ശാസ്ത്രം എന്ന് പറയുന്ന ടെസ്റ്റിനകത്തിലെ 16ാമത്തെ ചാപ്റ്റർ ആവുന്നങ്ങളെ ബയോളജി. ആദ്യത്തെ, അതായത് 10 മുതൽ 13 വരെ 10, 11, 12 ഫിസിക്സ്, 13, 14, 15 കെമിസ്ട്രി, 16, 17, 18 ബയോളജിയാണ്. അതിനകത്തിലെ 16ാമത്തെ ചാപ്റ്ററാണ്, അതായത് ബയോളജിയുടെ 1ാമത്തെ ചാപ്റ്റർ ജീവന്റെ വൃക്ഷം എന്നാണ് പാഠത്തിൻ്റെ പേര്, ട്രീ ഓഫ് ലൈഫ് കേട്ടോ. അതിനകത്തിലെ മെയിൻ ക്വസ്റ്റ്യൻ ആൻസറുകൾ മാത്രമാണ് ഇവിടെ തന്നിരിക്കുന്നത്. നമ്മൾ അതിൻ്റെ ഒരു പാർട്ട് ഇട്ടതാണ്. അത് കണ്ടവർ എവിടെ വരെ എഴുതിയെടുത്തോ അതിൻ്റെ ബാക്കി എഴുതിയെടുത്തോണം കേട്ടോ. അപ്പോൾ 1ാമത്തെ ആവുന്നതിലെ ടാക്സോണമി എന്നാൽ എന്താണ് ടാക്സോണമി? ടാക്സോണമി ഈസ് ദ ബ്രാഞ്ച് ഓഫ് സയൻസ് ദാറ്റ് ഡീൽസ് വിത്ത് ക്ലാസിഫൈങ് ഓർഗാനിസം ഓഫ് കമ്പയറിംഗ് ദെയർ ക്യാരക്ടറിസ്റ്റിക്സ്, ഐഡൻറ്റിഫൈങ് സിമിലാരിറ്റീസ് ആൻഡ് ഡിഫറൻസ് ആൻഡ് ഗിവിംഗ് ദം സയൻറ്റിഫിക് നെയിംസ്. Through taxonomy, we can understand biodiversity and the relationship between different organisms. വായിക്കാൻ അറിയാമല്ലോ, വായിക്കാൻ പറ്റുന്നുണ്ടോ നിങ്ങൾ? ടാക്സോണമി ഈസ് ദ ബ്രാഞ്ച് ഓഫ് സയൻസ് ദാറ്റ് ഡീൽസ് വിത്ത് ക്ലാസിഫൈങ് ഓർഗാനിസം ബൈ കമ്പയറിംഗ് ദെയർ ക്യാരക്ടറിസ്റ്റിക്സ്, ഐഡൻറ്റിഫൈങ് സിമിലാരിറ്റീസ് ആൻഡ് ഡിഫറൻസസ് ആൻഡ് ഗിവിംഗ് ദം സയൻറ്റിഫിക് നെയിംസ്. Through taxonomy, we can understand biodiversity and the relationship between different organisms. ഇംഗ്ലീഷ് മീഡിയക്കാർ അത് എഴുതിയെടുക്കണേ. മലയാളം മീഡിയക്കാർ ജീവികളുടെ സവിശേഷതകൾ താരതമ്യം ചെയ്ത് സമാനതകളും വ്യത്യാസങ്ങളും അടിസ്ഥാനമാക്കി അവയെ തരംതിരിക്കുകയും അവയ്ക്ക് ശാസ്ത്രീയമായ നാമങ്ങൾ നൽകുകയും ചെയ്യുന്ന ശാസ്ത്രശാഖയാണ് ടാക്സോണമി എന്ന് പറയുന്നത്. ജൈവ വൈവിധ്യവും വ്യത്യസ്ത ജീവികൾ തമ്മിലുള്ള ബന്ധവും മനസ്സിലാക്കാൻ ഇതിലൂടെ നമുക്ക് കഴിയുമെന്നാണ് കേട്ടോ. നമ്മൾ 1ാമത്തെ പാർട്ട് ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞതാണ്, അതുകൊണ്ട് ഞാനതങ്ങ് വായിച്ചു പോകും കേട്ടോ. നിങ്ങളത് കണ്ടില്ലെങ്കിൽ അതെടുത്ത് കാണണേ. നിങ്ങളെ ടെസ്റ്റ് വായിച്ചിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ടെസ്റ്റ് വായിച്ചിട്ട് പഠിക്കുന്നതാണ് നല്ലത് കേട്ടോ. അപ്പോൾ ആദ്യകാലങ്ങളിൽ ജീവികളെ ഉപയോഗമുള്ളവ, ഉപയോഗമില്ലാത്തവ എന്നിങ്ങനെ 2ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പം ആദ്യകാലങ്ങളിൽ പണ്ടേ നമ്മുടെ ജീവികളെ ഉപയോഗമുള്ളവയെന്നും ഉപയോഗമില്ലാത്തവയെന്നും 2ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട് അല്ലേ. അതിൽ ഓരോരുത്തരും ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൽ ആദ്യമായിട്ട് പറഞ്ഞ അരിസ്റ്റോട്ടിലാണ്. സ്പെല്ലിംഗ് ഒക്കെ ഒന്ന് പഠിച്ചോണേ. അരിസ്റ്റോട്ടിൽ ക്ലാസിഫൈഡ് ലിവിങ് ബീയിങ് ആസ് ദോസ് വിത്ത് റെഡ് ബ്ലഡ് ആൻഡ് ദോസ് വിത്തൗട്ട്. ഈ അരിസ്റ്റോട്ടില് ജീവികളെ ചുവന്ന രക്തമുള്ളവ അല്ലാത്തവ എന്നിങ്ങനെ തരംതിരിച്ചു. ഓരോരുത്തരും ജീവികളെ, ഈ ലോകത്ത് എന്തും വേണ്ടി ജീവികളാണ് ഉള്ളത് അല്ലേ. അപ്പോൾ ആ ജീവികളെ എല്ലാം നമ്മൾ എങ്ങനെയാണ് തരംതിരിക്കുന്നതെന്ന് ഓരോരുത്തരും കണ്ടുപിടിക്കാൻ തുടങ്ങി. അപ്പോൾ നമ്മുടെ അരിസ്റ്റോട്ടിൽ പറഞ്ഞ ഒരു കാര്യം ചെയ്യും, നമുക്ക് ബ്ലഡ് ഉള്ളവ അല്ലേ, ചുവന്ന രക്തമുള്ളവ അല്ലെ അല്ലാത്തവ എന്നിങ്ങനെ തരംതിരിക്കാമെന്ന് പറഞ്ഞ് അദ്ദേഹം അങ്ങനെ തരംതിരിച്ചു. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ തൊട്ട് പുറകെ വന്നത് ആരാന്നറിയോ? തിയോഫ്രാസ്റ്റസ് എന്നാണ്. പേരൊക്കെ നോക്കിക്കോണേ നിങ്ങൾ, തിയോഫ്രാസ്റ്റസ്. ആ ഇംഗ്ലീഷിൻ്റെ താഴെ തന്നെ മലയാളം കൊടുത്തിട്ടുണ്ട് കേട്ടോ ആ പേര്. അപ്പോൾ അദ്ദേഹം ക്ലാസിഫൈഡ് പ്ലാന്റ്സ് ഇൻടു ട്രീസ്, ഷ്രബ്സ് ആൻഡ് ഹെർബ്സ്. പ്ലാന്റ്സ്, ആനിമൽസിനെ കുറിച്ച് അല്ലെ മൃഗങ്ങളെക്കുറിച്ച് നമ്മുടെ അരിസ്റ്റോട്ടിൽ പറഞ്ഞത് ബ്ലഡ് ഉള്ളതും ഇല്ലാത്തതും ഒന്ന് 2ആയിട്ട് തരംതിരിക്കാമെന്ന് പറഞ്ഞു. അപ്പം നമ്മുടെ തിയോഫ്രാസ്റ്റസ് പറഞ്ഞു നമുക്ക് എന്നാ ഒരു കാര്യം ചെയ്യാം, പ്ലാന്റ്സിനെ, സസ്യങ്ങളെ മരങ്ങൾ, കുറ്റിച്ചെടികൾ, ഔഷധികൾ എന്നിങ്ങനെ വർഗീകരിക്കാമെന്ന് തിയോഫ്രാസ്റ്റസ്, പേര് നോക്കണേ, അദ്ദേഹം പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് 17ാം നൂറ്റാണ്ടായപ്പോഴത്തേക്കും നമ്മുടെ ജോൺ റേ എന്ന് പറയുന്ന ആള്, ഹു ലിവ്ഡ് ഇൻ ദ 17th century, ഇനിഷ്യേറ്റഡ് ദ സയന്റിഫിക് മെത്തേഡ് ഓഫ് ക്ലാസിഫിക്കേഷൻ ആൻഡ് വാസ് ദ ഫസ്റ്റ് ടു യൂസ് ദ ടേം സ്പീഷ്യസ്. 17ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ജോൺ റേ ശാസ്ത്രീയമായ വർഗീകരണ രീതിക്ക് തുടക്കം കുറിക്കുകയും സ്പീഷ്യസ് എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിക്കുകയും ചെയ്തു. ഓരോരുത്തരും നമ്മുടെ ജീവികളെക്കുറിച്ച് പറയുന്നതായിട്ടോ, ഓരോന്നിനെക്കുറിച്ചും ഓരോരുത്തരുടെയും അഭിപ്രായമാണ് ഈ പറയുന്നത്. അടുത്ത് നമ്മുടെ ഏണസ്റ്റ് ഹേക്കൽ, പേര് നോക്കണേ കുഞ്ഞിയുടെ, ഏണസ്റ്റ് ഹേക്കൽ, ഹു ലിവ്ഡ് ഇൻ ദ 19th century. അദ്ദേഹം 19ാം നൂറ്റാണ്ടിലാണ് ക്ലാസിഫൈഡ് ലിവിങ് ഓർഗാനിസം ഇൻടു 3 kingdoms. അദ്ദേഹം പറഞ്ഞു 19ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഏണസ്റ്റ് ഹേക്കൽ ജീവികളെ, നമുക്ക് ജീവികളെ, പല തരത്തിലുള്ള ജീവികളുണ്ട് അല്ലേ, ആ ജീവികളെ 3ആയിട്ടാണ് അദ്ദേഹം തിരിച്ചിരിക്കുന്നത്. ഏതൊക്കെയാണെന്നറിയാം? ആനിമേലിയ, ആ പേരൊക്കെ നോക്കണേ നിങ്ങളെ. 3ആയിട്ട് തിരിഞ്ഞിരിക്കുന്നതിൽ ഒന്ന് ആനിമേലിയ, പ്ലാന്റ്, പ്രൊട്ടീസ്റ്റ. ആ പേരൊക്കെ നോക്കണേ, ആദ്യമായിട്ട് നിങ്ങൾ പഠിക്കുകയായിരിക്കും. ആനിമേലിയ, പ്ലാന്റ്, പ്രൊട്ടീസ്റ്റ എന്നീ 3
കിങ്ഡങ്ങളായിട്ട് അങ്ങ് തരംതിരിച്ചു. ഈ കിങ്ഡം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്നറിയോ, ഘട്ടങ്ങളായിട്ട് ഈ തരം തിരിക്കുക എന്ന് പറയത്തില്ലേ, വേർതിരിച്ച് കാണിക്കുക, അതിനെ ഈ കിങ്ഡം എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ 19-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഏണസ്റ്റ് ഹേക്കൽ എന്ത് പറഞ്ഞു, ജീവികളെ 3 അങ്ങ് തിരിക്കാം. ആദ്യത്തെ ആൾ പറഞ്ഞു ബ്ലഡ് ഉള്ളവയും ഇല്ലാത്തവയെന്നും തിരിക്കാൻ ആദ്യത്തെ നമ്മുടെ അരിസ്റ്റോട്ടിൽ പറഞ്ഞു. രണ്ടാമത്തെ ആൾ എന്ത് പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യും, ഈ പ്ലാന്റ്സിനെ എല്ലാം കൂടെ 3 അങ്ങ് തിരിക്കാം. ഏറ്റവും വലുതിനെ ട്രീസ് എന്നും, അതിചെറുതിനെ ഷ്രബ് എന്നും, അതിചെറുതിനെ ഹെർബ് എന്നും ഒക്കെ ആയിട്ട് നമുക്ക് അങ്ങ് തിരിക്കാമെന്ന് അടുത്ത ആൾ പറഞ്ഞു. എന്നാൽ മൂന്നാമത്തെ ആളായ നമ്മുടെ ജോൺ റേ എന്താ, ശാസ്ത്രീയമായ വർഗീകരണ രീതിക്ക് തുടക്കം കുറിച്ചു കേട്ടോ. എന്താണ്, ഇനിഷ്യേറ്റഡ് ദ സയന്റിഫിക് മെത്തേഡ് ഓഫ് ക്ലാസിഫിക്കേഷൻ. അദ്ദേഹം സ്പീഷ്യസ് കേട്ടോ, സ്പീഷ്യസ് എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് തന്നെ ആരാണ്, ജോൺ റേ ആണ്. അത് കഴിഞ്ഞാണ് ഏണസ്റ്റ് ഹേക്കൽ പറഞ്ഞത്, നമുക്കൊരു കാര്യം ചെയ്യാം, ഈ ജീവികളെ എന്ത് ചെയ്യാം, ആനിമൽസിനെ എല്ലാം കൂടെ നമുക്ക് 3 തിരിക്കാം. അനിമേലിയ അല്ലെ, പ്ലാന്റ്, പ്രൊട്ടീസ്റ്റ എന്നിങ്ങനെ 3 തിരിക്കാമെന്ന് പറയുന്നു. അപ്പോൾ ഈ അനിമേലി എന്താണ്, പ്ലാന്റ് എന്താണ്, പ്രൊട്ടീസ്റ്റ എന്താണെന്ന് നമുക്കറിയണം. അപ്പോൾ ഓർഗാനിസം എന്ന് വെച്ചാൽ ജീവികളെ 3 തിരിക്കണം. ആനിമേലിയ എന്ന് വെച്ചാൽ ആനിമൽസിനെ മാത്രം ഒരെണ്ണത്തിൽ കൊടുക്കുക, മനസ്സിലായോ. അടുത്ത പ്ലാന്റ് എന്ന് വെച്ചാൽ പ്ലാന്റ്സിനെ എല്ലാം കൂടെ ഒരെണ്ണത്തിൽ കൊടുക്കുക. ഇനി ഈ ആനിമൽസ് ആണോ പ്ലാന്റ്സ് ആണോ എന്ന് അറിയാൻ വയ്യാത്ത കുറേ ഉണ്ട്. കാരണം നമ്മുടെ ബാക്ടീരിയകൾ, നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത കുറേ ഉണ്ടല്ലോ ബാക്ടീരിയകളും ഒക്കെ. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളതിനെ നമുക്ക് പ്രൊട്ടീസ്റ്റ എന്ന ഭാഗത്തിലോട്ടും വിടാം. അങ്ങനെ നമുക്ക് 3 ഇതിനെ തിരിക്കാമെന്ന് ഏണസ്റ്റ് ഹേക്കൽ പറഞ്ഞു. ഓക്കെ ആണോ നിങ്ങൾ എത്രയും? അടുത്ത ആള്, 5-ാമത്തെ ആൾ എന്താ പറഞ്ഞത്, കാൾസ്, പേര് നോക്കണേ കുഞ്ഞുങ്ങളെ, കാൾ ലിനേയസ് എന്താ പറഞ്ഞത്, ഹു ലിവ്ഡ് ഇൻ ദ 18th century was one who introduced the different level of classification. Since he refined this classification level and provided a scientific foundations for classification, he is considered as the father of taxonomy. അതായത് 18-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന കാൾ ലിനേയസ് ആണ് വിവിധ വർഗീകരണ തലങ്ങൾ ആവിഷ്കരിച്ചത്. ഡിഫറെൻ്റ് ലെവൽ ഓഫ് ക്ലാസിഫിക്കേഷൻ, വിവിധ വർഗീകരണ തലങ്ങൾ തന്നെ ആവിഷ്കരിച്ചത് ആരാന്ന് ചിലപ്പോൾ ഒരു മാർക്കിന് ചോദിക്കാം, കാൾ ലിനേയസ് ആണ്. അദ്ദേഹം ഇതിനെ, അതായത് വർഗീകരണ തലങ്ങളെ കൃത്യതപ്പെടുത്തിയിട്ട് വർഗീകരണത്തിന് ശാസ്ത്രീയമായ ഒരു അടിത്തറ നൽകിയതിനാൽ അദ്ദേഹത്തെ എന്ത് ചെയ്യുന്നു, ഫാദർ ഓഫ് ടാക്സോണമി അല്ലെങ്കിൽ വർഗീകരണ ശാസ്ത്രത്തിൻ്റെ പിതാവെന്നറിയപ്പെടുന്നു. ആരെയാണ്? പേരോർത്തോണെ, കാൾ ലിനേയസ് ആണ് കേട്ടോ. ഫാദർ ഓഫ് ടാക്സോണമി എന്നറിയപ്പെടുന്നതൊക്കെ വൺ വേർഡായിട്ട് പഠിച്ചോണേ. ഫാദർ ഓഫ് ടാക്സോണമി എന്നറിയപ്പെടുന്നത് കാൾ ലിനേയസ്. എൻ്റെ എല്ലാത്തിൻ്റെയും ഇംഗ്ലീഷും മലയാളവും ഉണ്ട്. ഇംഗ്ലീഷിൻ്റെ അപ്പം നിങ്ങൾ ഓർത്തോണം കേട്ടോ, എൻ്റെ എല്ലാം കിടപ്പുണ്ട്. ഓക്കെ, അടുത്ത നമ്മൾ ഈ കിങ്ഡം എന്നൊക്കെ കുറേ നേരം കൊണ്ട് പറയുന്നല്ലേ. ഈ കിങ്ഡം 3 തിരിക്കാൻ നമ്മൾ പറഞ്ഞു. ഏതാ കിങ്ഡം? അനിമേലിയ, പ്ലാന്റ്, പ്രൊട്ടീസ്റ്റ എന്നിങ്ങനെ 3 തിരിക്കാൻ നമ്മൾ പറഞ്ഞു. അനിമേലിയ എന്ന് വെച്ചാൽ ആനിമൽസ് മാത്രം, പ്ലാന്റ് എന്ന് വെച്ചാൽ പ്ലാന്റ്സ് മാത്രം, പ്രൊട്ടീസ്റ്റ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് 2 അല്ലാത്തതുണ്ടല്ലോ, അതിനെല്ലാം കൂടെ അതിനകത്തിലും കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ കിങ്ഡം അനിമേലിയ അല്ലേ എന്താണ്? ഇതിൻ്റെ ക്ലാസിഫിക്കേഷൻ ഓഫ്, പേരൊക്കെ ഒന്ന് നോക്കിക്കൊണ്ടോ കുഞ്ഞുങ്ങളെ. ഇതിൻ്റെ ക്ലാസിഫിക്കേഷൻ ഓഫ് Lineates the level that include all multicellular heterotrophic organism is kingdom Animalia. കിങ്ഡം അനിമേലിയ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, ലിനേസിൻ്റെ വർഗീകരണത്തിൽ പരപോഷികളായ ഹെട്രോട്രോപ്പിക്, ഓട്ടോട്രോപ്പിക്കും ഹെട്രോട്രോപ്പിക്കും അറിയാവുന്നില്ലേ. ഓട്ടോട്രോപ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തമായിട്ട് ആഹാരം ഉണ്ടാക്കി കഴിക്കുന്നതിനെയാണ്. പ്ലാന്റ്സുകളൊക്കെ അവിടെ നിന്ന് തന്നെ സ്വന്തമായിട്ട് ആഹാരം ഉണ്ടാക്കി കഴിക്കുകയാണ്. അതിനെ സ്വപോഷികൾ, ഓട്ടോട്രോപ്പിക് എന്ന് പറയും. ഹെട്രോട്രോപ്പിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ പരപോഷികൾ അല്ലേ, ഭക്ഷണത്തിന് വേണ്ടി മറ്റ് ജീവികളെ ആശ്രയിച്ച് കഴിയുന്നതിനെയാണ് ഹെട്രോട്രോപ്പിക് എന്ന് പറയുന്നത് കേട്ടോ. അങ്ങനെ ലിനേസിൻ്റെ വർഗീകരണത്തിൽ ഈ പരപോഷികളായ അല്ലെങ്കിൽ ഹെട്രോട്രോപ്പിക്സ് ആയ എല്ലാ മൾട്ടി സെല്ലുലാർ ജീവി അല്ലെ, എല്ലാ ബഹുകോശ ജീവികളും ഉൾപ്പെടുന്ന വർഗീകരണ തലമാണ് കിങ്ഡം അനിമേലിയ എന്ന് പറയുന്നത് കേട്ടോ. കിങ്ഡം അനിമേലിയ എന്നാൽ എന്ത്? മലയാളവും ഇംഗ്ലീഷും ഉണ്ട്, അതുകൊണ്ട് നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പമായിരിക്കും. ഇനി ഇതിനെ ഇതിൻ്റെ ഈ ഫ്ലോ ചാർട്ട് പോലെ നിങ്ങൾ ഇതൊന്ന് പഠിച്ചു വെച്ചേക്കണം. ഇത് കറക്റ്റായിട്ട് ഓർഡറിൽ തന്നെ പഠിക്കണം കേട്ടോ. ഇതിനകത്തിൽ ഒരു മാറ്റവും വരുത്തരുത്, ഇതുപോലെ തന്നെ പഠിച്ചു വെക്കണം. ഫസ്റ്റ് കിങ്ഡം, സെക്കൻഡ് ഫൈലം, തേർഡ് ക്ലാസ്, ഫോർത്ത് ഓർഡർ, 5 ഫാമിലി, 6 ജീനസ്,
പിന്നെന്താ ലാസ്റ്റ് സ്പീഷ്യസ്. കേട്ടോ, 2, 4, 6, 7 എണ്ണവും കറക്റ്റായ ഓർഡറിൽ പഠിച്ചിരിക്കണം. ഇംഗ്ലീഷും മലയാളവും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് പഠിക്കാനുള്ളത് കിങ്ഡം, ഫൈലം, അതുപോലെ സ്പീഷ്യസ്, ഇതിനെക്കുറിച്ച് മാത്രമേ നമുക്ക് ഇപ്പോൾ പഠിക്കാനുള്ളൂ. അപ്പോൾ എന്താണ് ഈ കിങ്ഡം എന്നാൽ എന്തെന്ന് നമ്മളിപ്പോൾ പഠിച്ചു, ഫസ്റ്റിൽ അതായിരുന്നല്ലേ. എന്നാൽ എന്താണ് ഈ ഫൈലം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫൈലം ദ ലെവൽ ജസ്റ്റ് ബിലോ ദ കിങ്ഡം ഈസ് കാൾഡ് ഫൈലം. എന്ന് വെച്ചാൽ ഈ കിങ്ഡത്തിന് തൊട്ട് താഴെയായിട്ട്, ഇത് കാണുമ്പോഴേ നമുക്കറിയാം, ഈ കിങ്ഡത്തിൻ്റെ തൊട്ട് താഴെയായിട്ട് കാണപ്പെടുന്നതാണ് ഫൈലം. All vertebrate in the kingdom Animalia are included in the phylum Chordata. All vertebrate in the kingdom Animalia are included in the phylum Chordata. ഈ കിങ്ഡത്തിന് തൊട്ട് താഴെയുള്ള വർഗീകരണ തലമാണ് ഫൈലം എന്ന് പറയുന്നത്. അനിമേലിയ കിങ്ഡത്തിലെ നട്ടലുള്ള എല്ലാ ജീവികളെയും കോർഡേറ്റ എന്ന ഫൈലത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. അനിമേലിയ എന്ന് കേൾക്കുമ്പോഴേ നമ്മൾ പറഞ്ഞു, ആനിമൽസിനെ എല്ലാം കൂടെ ഉള്ളതിനെ നമ്മൾ അനിമേലിയ എന്ന് ഉദ്ദേശിക്കുന്നത് എല്ലാ ജീവികളുടെയും കോർഡേറ്റ, നട്ടലുള്ള എല്ലാ ജീവികളും കേട്ടോ. അതിനെക്കുറിച്ചൊക്കെ ഇനി നമുക്ക് അങ്ങോട്ട് പഠിക്കാനുണ്ട്. നട്ടലുള്ള എല്ലാ ജീവികളുടെയും കോർഡേറ്റ എന്ന ഫൈലത്തിൽ അത് ഉൾപ്പെടുത്തിയിരിക്കുന്നു. അടുത്തതാണ് സ്പീഷ്യസ്. ഇതിനകത്തിലെ ഒന്ന് കിങ്ഡം നമ്മൾ പഠിച്ചു, ഫൈലം നമ്മളിപ്പോൾ പറഞ്ഞു. അടുത്ത ഏതാണ്? സ്പീഷ്യസിനെ കുറിച്ചാണ് കേട്ടോ. നോക്കിയേ, സ്പീഷ്യസ്. The most basic level of classifications is species. The most basic level of classification is species. എന്ന് വെച്ചാൽ ഏറ്റവും അടിസ്ഥാന വർഗീകരണ തലം സ്പീഷ്യസ് ആണ്. A species is a group of organism that can naturally reproduce fertile offspring. സ്വാഭാവിക ലൈംഗിക പ്രചരണത്തിലൂടെ പ്രത്യുൽപാദന ശേഷിയുള്ള സന്താനങ്ങളെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന ജീവികളുടെ ഒരു ഗണമാണോ നിങ്ങളെ സ്പീഷ്യസ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഹ്യൂമൻ ബീയിങ്, മനുഷ്യന്, ക്യാറ്റ്, ഡോഗ്, കാഷ്യൂ, ഇതെല്ലാം കാഷ്യൂ ട്രീസ് ആർ എക്സാമ്പിൾസ് ഓഫ് ഡിഫറെൻറ്റ് സ്പീഷ്യസ്. ഒരു തലമുറയിൽ നിന്നും അടുത്ത തലമുറ, അതിൻ്റെ അടുത്ത തലമുറ ഇങ്ങനെ പോകുന്നത് അല്ലേ. ദ മോസ്റ്റ് ബേസിക് ലെവൽ ഓഫ് ക്ലാസിഫിക്കേഷൻ ഈസ് സ്പീഷ്യസ്. ഏറ്റവും അടിസ്ഥാന വർഗീകരണ തലം സ്പീഷ്യസ് ആണ്. സ്വാഭാവിക ലൈംഗിക പ്രജനനത്തിലൂടെ പ്രത്യുൽപാദന ശേഷിയുള്ള സന്താനങ്ങളെ ഉൽപ്പാദിപ്പിക്കാൻ പ്രത്യുൽപാദന ശേഷിയുള്ള സന്താനങ്ങളെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന ജീവികളുടെ ഒരു ഗണം തന്നെയാണ് ഈ സ്പീഷ്യസ് എന്ന് പറയുന്നത്. അതിലേതൊക്കെ വരും? നമ്മൾ ഉൾപ്പെടെ അല്ലേ. മനുഷ്യനും, പൂച്ച, നായ, കശുമാവ് എന്നിവ വ്യത്യസ്ത സ്പീഷ്യസിന് ഉദാഹരണങ്ങളാണ്. അപ്പോൾ സ്പീഷ്യസ് പഠിച്ചേ. ഇനി ഈ വർഗീകരണ തലങ്ങൾ, ലെവൽസ് ഓഫ് ക്ലാസിഫിക്കേഷൻ. അടുത്തത് നമ്മുടെ ടെസ്റ്റിനകത്തിലുണ്ട് ഇതെല്ലാം കേട്ടോ. ഇതെല്ലാം നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ ഇതെല്ലാം ടെസ്റ്റ് വായിച്ചെടുത്തതാണ്. ഈ വർഗീകരണ തലത്തിൽ ജീവികളെ തിരിച്ചറിയാൻ 3 ആയിട്ടാവും നിങ്ങളെ ഈ വർഗീകരണ തലം അല്ലെങ്കിൽ ലെവൽസ് ഓഫ് ക്ലാസിഫിക്കേഷൻ 3 ആയിട്ടാണ് വർഗീകരണ തലങ്ങൾ തിരിച്ചിരിക്കുന്നത്. അതായത് നമ്മൾ ഫസ്റ്റ് ഒരു ജീവിയെ തിരിച്ചറിയുക, പിന്നെ അതിനെ തരംതിരിക്കുക, പിന്നെ അതിന് നാമകരണം ചെയ്യുക എന്നീ 3 രീതിയിലാണ്. ഇതിനെ 3 പ്രധാന ഘട്ടങ്ങളാണ്. 1 ഐഡൻറ്റിഫിക്കേഷൻ, 2 ക്ലാസിഫിക്കേഷൻ, 3 നെയിമിംഗ് ഓഫ് ഓർഗാനിസം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ടെസ്റ്റിലൊരു കടുവയുടെ പടം തന്നിട്ടുണ്ട്. ആ കടുവയുടെ വർഗീകരണ തലങ്ങൾ ഏതെല്ലാമാണെന്ന് എഴുതാൻ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. കടുവ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതിൽ വരുന്നതാണ്? അനിമേലിയ ഇല്ലേ. കടുവ ആനിമൽസിൻ്റെ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണത്തിൻ്റെ എഴുതാനാണ്. നിങ്ങളുടെ ടെസ്റ്റിൽ കടുവയുടെ പടമാണ് തന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ലെവൽ ഓഫ് ക്ലാസിഫിക്കേഷൻ, വർഗീകരണ തലങ്ങൾ നമുക്കറിയാം. ലെവൽ ഓഫ് ക്ലാസിഫിക്കേഷൻ 7 എണ്ണം ഉണ്ട്. അപ്പോൾ ആ 7 എണ്ണം എഴുതണം. ഇനി അതിൻ്റെ ഗ്രൗണ്ട് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ്, ഗ്രൂപ്പ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് അല്ലേ, അതിൻ്റെ വിഭാഗവും സവിശേഷതയും, പിന്നെ ഓർഗാനിസം, അതിലെ ജീവികളെല്ലാം നമുക്ക് ടെസ്റ്റിലൊരു പിക്ചർ തന്നിട്ടുണ്ട് കേട്ടോ. അത് വെച്ച് എഴുതാനാണ്. അത് ഞാൻ ഫസ്റ്റ് പാർട്ടി പറഞ്ഞതാണ്. ഇതുപോലൊരു പടം തന്നിട്ട് കണ്ടോ, ഈ പടം തന്നിട്ട് നമ്മുടെ കടുവയുടെ പടം തന്നിട്ട് അതിനെക്കുറിച്ച് എഴുതാനാണ്. അപ്പോൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ഇംഗ്ലീഷും മലയാളവും ഉണ്ട്. ഒന്നാമത്തത് കിങ്ഡം, ഫസ്റ്റ് തന്നെ കിങ്ഡമാണ്. ആ ഓർഡർ മറക്കല്ലേ. ഒന്നാമത്തെ കിങ്ഡം, 2 ഫൈലം, അങ്ങനെയാണ്. ആ കിങ്ഡം നോക്കൂ നിങ്ങളെ. അനിമേലിയ എന്ന് കേട്ടാലേ നമുക്കറിയാം അല്ലേ. മൾട്ടി സെല്ലുലാർ യൂക്യാരിയോട്ട് ഹെട്രോട്രോപിക് ഓർഗാനിസമാണ്. അനിമേലിയ എന്ന് വെച്ചാൽ ബഹുകോശം, യൂക്യാരിയോട്ടിക് ജീവികൾ, പരപോഷികൾ.
അതിന് ഉദാഹരണങ്ങൾ അടിപ്പുറത്ത് നോക്കി ഏതൊക്കെ ജീവികളെ നമുക്ക് ആ പടത്തിൽ തന്നിട്ടുണ്ട്. ഫിഷ്, ഹെന്ന്, റാബിറ്റ്, ഫ്രോഗ്, ടൈഗർ, ഹ്യൂമൻ സെന്റിപ്പേഡ്, ഡോഗ്, മില്ലിപ്പേഡ്, ക്യാറ്റ്, സ്നേക്സ്, ഹൗസ് ഫ്ലൈ അല്ലേ. അതായത് ആ ചിത്രത്തിനകത്തിൽ പ്ലാന്റ്സ് ഒഴിച്ചുള്ള പ്ലാന്റ്സ് ഒഴിച്ചുള്ള ബാക്കിയുള്ള എല്ലാ പടങ്ങളുടെയും പേര് അതിൽ കൊടുത്തിട്ടുണ്ട്. പ്ലാന്റ്സ് ഏതിലാണ് കുഞ്ഞുങ്ങളെ വരുന്നത്? പ്ലാന്റ്സ് നമ്മളിപ്പോൾ ഏതാ പഠിക്കുന്നത്? അനിമേലിയാണ്. അനിമേലിയ എന്ന് വെച്ചാൽ എന്താ? ആനിമൽസ് മാത്രം ഉൾക്കൊള്ളുന്നതാണ്. ഇതിനകത്ത് നോക്കിയ ഫുൾ ആനിമൽസിൻ്റെ ഇതല്ലേ. അപ്പം അനിമേലിയ കിങ്ഡം 1 അനിമേലിയയിൽ എല്ലാം എന്താ ആനിമൽസിൻ്റെ പടമാണ് കേട്ടോ. പ്ലാന്റ്സിൻ്റെ ഇല്ല. അടുത്ത ഫൈലം. ഫൈലത്തിനകത്ത് നമ്മൾ പറഞ്ഞ എന്താ? വെർട്ടിബ്ര, നട്ടലുള്ള അല്ലേ. കോർഡേറ്റ, നട്ടലിൻ്റെയും കശേരുക്കളുടെയും സാന്നിധ്യമുള്ള ജീവികൾ നമ്മുടെ ആ പടത്തിനകത്തിൽ ഏതൊക്കെയുണ്ട്? ഇതിനകത്തിൽ നട്ടലുള്ള ജീവികൾ അല്ലേ, എല്ലുള്ളത് ഏതൊക്കെയാണെന്ന് നോക്കിയാൽ ടൈഗർ, ഫിഷ്, റാബിറ്റ്, ഡോഗ്, ക്യാറ്റ്, ഹ്യൂമൻ, ഹെന്ന് ഇതിനെല്ലാം ഉള്ളതാണ്. അങ്ങനെയാണെങ്കിൽ സൈലോം, കിങ്ഡം, ഫൈലം കഴിഞ്ഞിട്ട് അടുത്ത ഏതാ? ക്ലാസ്. മൂന്നാമത്തത് ക്ലാസ്. ക്ലാസ്സിനകത്തിൽ മമേലിയയാണ് വരുന്നത്. മമേലിയ എന്ന് വെച്ചാൽ കേൾക്കുമ്പോഴേ അറിയാം മമ്മൽസ് അല്ലേ, എന്ന് വെച്ചാൽ പാല് കൊടുത്ത് വളർത്തുന്ന സസ്തനികൾ എന്നൊക്കെ പറയും കേട്ടോ. അതായത് വാം ബ്ലഡ് ആയിരിക്കും അതിൻ്റെ. ബോഡി കവേർഡ് വിത്ത് ഹെയർ, നറിഷ് യങ് വൺസ് വിത്ത് മിൽക്ക്. മമേലിയ സസ്തനികൾ ഉഷ്ണരക്തമുള്ളതാണ്. ശരീരം രോമങ്ങൾ കൊണ്ട് മൂടിയതായിരിക്കും. കുഞ്ഞുങ്ങൾക്ക് പാൽ നൽകി പരിപാലിക്കുന്നതായിരിക്കും ഈ മമ്മൽസ് അല്ലേ, മമേലിയയ്ക്കകത്തിൽ വരുന്നത്. ക്ലാസ് ആണ്. ക്ലാസ്സിൽ 1 കിങ്ഡം, 2 ഫൈലം, 3 ക്ലാസ്. അതിനകത്തിൽ ഏതാ? പാല് കൊടുത്ത് വളർത്തുന്നതൊക്കെ രോമമുള്ളതൊക്കെ ഏതൊക്കെയാണ് അല്ലേ? ഡോഗ്, ക്യാറ്റ്, ഹ്യൂമൻ, ടൈഗർ, റാബിറ്റ്. അടുത്ത ഓർഡറാണ്. ഓർഡർ അതിനകത്തിൽ കാർണിവോറസ് ആണ്. കാർണിവോറസ് എന്ന് കേൾക്കുമ്പോഴേ നമുക്കറിയാം അല്ലേ, എന്താ മാംസം മാത്രം കഴിക്കുന്ന ജീവികളാണ്. ഷാർപ്പ് ടീത്ത് ആയിരിക്കും അതിൻ്റെ ക്ലോസ് അല്ലേ. അഡാപ്റ്റഡ് ഫോർ ഹണ്ടിങ് ആൻഡ് ഈറ്റിംഗ് മീറ്റ്. കാർണിവോറസ് എന്ന് വെച്ചാൽ വേട്ടയാടാനും, ഹണ്ടിങ് എന്ന് വെച്ചാൽ വേട്ടയാടാനും, മാംസം കഴിക്കാനും, ഈറ്റിംഗ് മീറ്റ് അനുയോജ്യമായ മൂർച്ചയുള്ള പല്ലുകളുമൊക്കെയുള്ള ജീവിയാണ് ഈ കാർണിവോറസ്. അത് ഈ പടത്തിനകത്തിൽ ഏതൊക്കെയുണ്ട്? ടൈഗർ, ഡോഗ്, ക്യാറ്റും ഒക്കെ കേട്ടോ. ഇനി ഫാമിലിക്ക് ആ ചോദ്യത്തിൽ തന്നെ ഫെലീഡ അല്ലേ, ഫെലീഡ എന്ന് DAE ആണ്. ഫെലീഡ എന്ന് വെച്ചാൽ റീട്രാക്റ്റബിൾ ക്ലോസ് ആണ്. എക്സലൻ്റ് നൈറ്റ് വിഷനാണ്. എന്ന് വെച്ചാൽ പിൻവലിക്കാനുള്ള നല്ല നഖങ്ങളുള്ള, രാത്രി നല്ല കാഴ്ചയുള്ള ജീവിയാണ്. ഏതൊക്കെയാ? ടൈഗറും ക്യാറ്റും കേട്ടോ. അടുത്ത ജീനസ് എന്ന് വെച്ചാൽ പാന്തേറ എന്ന് വെച്ചാൽ ക്യാറ്റിൻ്റെ ഒരു വലിയ ഇനമാണ് പാന്തേറ എന്ന് പറയുന്നത് കേട്ടോ. എബിലിറ്റി ടു റോർ, ലാർജ് ആൻഡ് പവർഫുൾ ബോഡി സ്ട്രക്ചർ. പാന്തറ എന്ന് വെച്ചാൽ ഒരു വലിയ പൂച്ചയുടെ ഇനമാണ്. അത് ഗർജിക്കാനുള്ള കഴിവും അതുപോലെ വലുതും നല്ല ശക്തമായ വലിയ ശരീരവും ഉള്ളതാണ്. ഇവിടെ അതിൻ്റെ പടം ടൈഗറിൻ്റെയാണ് വന്നിരിക്കുന്നത് അല്ലേ. ലാസ്റ്റാണ് സ്പീഷ്യസ് വരുന്നത്. ഇതിനകത്തിൽ ഏതാ? ഓറഞ്ച് ഫർ വിത്ത് ബ്ലാക്ക് സ്ട്രിപ്സ് ആൻഡ് സ്ട്രോങ് ലാർജ് ബോഡിയാണ്. നല്ല കറുത്ത വരകളുള്ള ഓറഞ്ച് രോമാവരണവും കരുത്തുറ്റ വലിയ ശരീരവുമുള്ള ജീവി ഇതിനകത്തിൽ ഏതാ? ആ പടത്തിനകത്ത് നിന്ന് എടുത്തെഴുതാനാണ് നമ്മളോട് ചോദിച്ചത് കേട്ടോ. ടൈഗറാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഫസ്റ്റ് പാർട്ട് ഇത്രയായിരുന്നു കുഞ്ഞുങ്ങളായിട്ട്. ഇനി നമ്മൾ എഴുതുന്നത് സെക്കൻഡ് പാർട്ടാണ്. സെക്കൻഡ് പാർട്ട് നോക്കണേ എന്താ. ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ തുടങ്ങിയത് ടാക്സോണമിയാണ് അല്ലേ. ഇതിനകത്തിൽ എന്താണ് ടാക്സ? സെക്കൻഡ് പാർട്ടാണേ. ടെസ്റ്റ് വായിച്ചിട്ട് നമുക്ക് ഈ നോട്ട് ഫുള്ള് തരാൻ പറ്റില്ല കുഞ്ഞിന്, അത്രയും ലെങ്ത് ആവും. അപ്പം നമുക്ക് നോട്ട് അങ്ങ് പോവാം. ടാക്സ കേട്ടോ, എല്ലാം മലയാളം ഇംഗ്ലീഷ് എഴുതിയിട്ടുണ്ട്. അതായത് നമ്മൾ കാൾ ലിനേഴ്സിനെ കുറിച്ച് ഇപ്പോൾ കുറേ പറഞ്ഞു അല്ലേ. ഈ കാൾ ലിനേഴ്സ് രൂപപ്പെടുത്തിയ വർഗീകരണ തലങ്ങൾ തന്നെയാണ് ഇന്നും നിലവിലുള്ളത്. സാമ്യതകളുടെ അടിസ്ഥാനത്തിൽ ജീവികളെ വലിയ ഗ്രൂപ്പുകളായും വ്യത്യാസങ്ങളുടെ അടിസ്ഥാനത്തിൽ ചെറിയ ഗ്രൂപ്പുകളായും തരംതിരിക്കുകയാണ് വർഗീകരണ തലത്തിൽ നാം ചെയ്യുന്നത്. കിങ്ഡം, ഫൈലം, ക്ലാസ് തുടങ്ങിയ വർഗീകരണ തലങ്ങളെ ടാക്സ എന്നാണ് പറയുന്നത്. പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് ടാക്സ എന്ന് പറയുന്നത് ഏതിനെയൊക്കെയാവും നിങ്ങളെ? കിങ്ഡം, ഫൈലം, ക്ലാസ്, ഈ 3 എണ്ണത്തിനെ കേട്ടോ തുടങ്ങിയ തലങ്ങളെയാണ് പറയുന്നത് ടാക്സ. എന്താണ് ടാക്സ എന്ന് ഒരു മാർക്കിന് ചോദിക്കുകയെങ്കിൽ ഇത് മാത്രം എഴുതിയാൽ കേട്ടോ. ടാക്സ എന്നാൽ ഓക്കെ ആണോ? എൻ്റെ ഇംഗ്ലീഷ് എങ്ങനെ പറയും? ദ ക്ലാസിഫിക്കേഷൻ ലെവൽ ഡെവലപ്ഡ് ബൈ കാൾ ലിനേഴ്സ്. ആ പേരൊക്കെ ഒന്ന് പഠിച്ചു വെച്ചേക്കണേ. സ്റ്റിൽ ഇൻ യൂസ് ടുഡേ എന്ന് വെച്ചാൽ എന്താ പറഞ്ഞത്? കാൾ ലിനേഴ്സ് രൂപപ്പെടുത്തിയ വർഗീകരണ തലത്തിൽ തന്നെയാണ് ഇന്നും നമ്മൾ നിലവിലുള്ളതെന്ന്. ഇനി ക്ലാസിഫിക്കേഷൻ വി ഗ്രൂപ്പ് ഓർഗാനിസം ഇൻറ്റു ലാർജ് ഗ്രൂപ്പ് ബേസ്ഡ് ഓൺ സിമിലാരിറ്റീസ് ആൻഡ് ഇൻറ്റു സ്മാളർ ഗ്രൂപ്പ് ബേസ്ഡ് ഓൺ ഡിഫറൻസ്. സാമ്യതകളുടെ അടിസ്ഥാനത്തിൽ ജീവികളെ വലിയ ഗ്രൂപ്പുകളായും വ്യത്യാസങ്ങളുടെ അടിസ്ഥാനത്തിൽ ചെറിയ ഗ്രൂപ്പുകളായിട്ടും തരംതിരിക്കുകയാണ് ഈ വർഗീകരണ തലത്തിൽ നാം ചെയ്യുന്നത്.
ഇതിനകത്തിൽ ദ ക്ലാസിഫിക്കേഷൻ ലെവൽ നോക്കണേ, സച്ച് ആസ് കിങ്ഡം, ഫൈലം, ക്ലാസ് എക്സെട്ര ആർ ടാക്സ. ഓക്കെ ആണോ? അടുത്ത അപ്പോൾ നമ്മൾ ഇതുവരെ ജന്തുക്കളുടെ അനിമേലിയ, ജന്തുക്കളുടെ കാര്യമാണ് ഇതുവരെ നമ്മൾ പഠിച്ചത് അല്ലേ. അനിമേലിയ നമ്മൾ പറഞ്ഞു, ഓർഗാനിസത്തിനെ 3 തിരിക്കാൻ പറഞ്ഞു. 1 അനിമേലിയ, 2 പ്ലാന്റ്, 3 പ്രൊട്ടിസ്റ്റ അല്ലേ. നീ 3 തിരിക്കാൻ പറഞ്ഞു. അതിൽ അനിമേലിയക്കകത്തിലെ 7 കാര്യമാണ് നമ്മളിപ്പോൾ പറഞ്ഞത് അല്ലേ. കിങ്ഡം, ഫൈലം, ക്ലാസ് അല്ലേ, പിന്നെ ആ ഓർഡർ നല്ലപോലെ പഠിച്ചു വെച്ചിരിക്കണം കേട്ടോ. അടുത്ത ഇനി നമ്മൾ സസ്യങ്ങളുടെ, ജന്തുക്കളുടെ എല്ലാം കഴിഞ്ഞു. ഇനി അടുത്ത നമ്മൾ സസ്യങ്ങളിലേക്ക് പോവുക. അതായത് സ്പീഷ്യസ് മുതൽ കിങ്ഡം വരെയുള്ള തലങ്ങളെ ഉൾപ്പെടുത്തി കാർലിനേഴ്സ് ആണ് സസ്യങ്ങളെയും മുമ്പ് ജന്തുക്കളെ കുറിച്ചാണ് നമ്മൾ ഇത്രയും പറഞ്ഞത് കേട്ടോ. ഇനി സസ്യങ്ങളിലും ഉണ്ട്, പ്ലാന്റ്സിലും ഇതുപോലെ തന്നെ ഉണ്ട്. ടെസ്റ്റിനകത്തിൽ തെങ്ങിൻ്റെ ഒരു പടം കൊടുത്തിട്ടുണ്ട് കേട്ടോ. തെങ്ങ് സസ്യങ്ങളിൽ ഒന്നായ മറ്റേത് ജന്തുക്കളിൽ നമ്മൾ കടുവയുടെയാണ് എടുത്തത്, സസ്യങ്ങളിൽ നമ്മൾ തെങ്ങിൻ്റെയാണ് കേട്ടോ. ടെസ്റ്റ് തന്നിട്ടുണ്ട്. അതിനെ നമുക്ക് എങ്ങനെയാണ് മുമ്പ് പറഞ്ഞ രീതിയിൽ എങ്ങനെയാണ് കുഞ്ഞുങ്ങളെ ടാക്സോൺ ആൻഡ് ഡിസ്ക്രിപ്ഷൻസ്, ഇതിൻ്റെ സവിശേഷതകളും വർഗീകരണവും എങ്ങനെയാണോ നോക്കിയേ. ഇത് ഫസ്റ്റ് കിങ്ഡം ആണ് അല്ലേ. ഒന്നാമത് നമ്മൾ എല്ലാത്തിൻ്റെയും കിങ്ഡത്തിൻ്റെ എന്തൊക്കെയാണെന്ന് നോക്കിക്കേ. അതിൻ്റെ ഡിസ്ക്രിപ്ഷന് അത് ഏതാ, പ്ലാന്റ്സിൻ്റെ ആണ്. പ്ലാന്റ്സ് ആകുമ്പോൾ അവിടെ ഏതാ വരുന്നത്, പ്ലാന്റ്. മറ്റേത് ഏതാ കുഞ്ഞുങ്ങളെ, അത് തിരിഞ്ഞു പോകല്ലേ. ആനിമൽസിൻ്റെ ആണെങ്കിൽ ഏതാ കണ്ടിത്, ആനിമൽസിൻ്റെ ഏതാ, ആനിമൽസ് ആണ്. അതിൻ്റെ വർഗീകരണ തലം ഏതായിരുന്നു, അനിമേലിയ കണ്ടോ. അനിമേലിയ, കിങ്ഡം അനിമേലിയ. പക്ഷെ ഇത് നോക്കിയേ, പ്ലാന്റ്സ് ആണ്, അതുകൊണ്ട് കിങ്ഡം പ്ലാന്റ് കേട്ടോ. ആനിമൽസിന് പ്ലാന്റ്സിൻ്റെ തിരിഞ്ഞു പോകല്ലേ കേട്ടോ. പ്ലാന്റ് ഇത് മൾട്ടി സെല്ലുലാർ ആണ്, യൂക്യാരിയോട്ട് ആണ്, ഓട്ടോട്രോഫിക് ആണ് കേട്ടോ. പ്ലാന്റ് എന്ന് വെച്ചാൽ മൾട്ടിസെൽ ബഹുകോശമാണ്, യൂക്യാരിയോട്ടുകളുമാണ്, സ്വപോഷികളുമാണ്. അതല്ലേ, സ്വന്തമായിട്ട് ആഹാരം ഉണ്ടാക്കുന്നതിനെയാണ് നമ്മൾ ഓട്ടോട്രോഫ്സ് എന്ന് പറയുന്നത് കേട്ടോ. ഇനി ഇതിന് എന്താ, സസ്യങ്ങളിൽ നമ്മൾ ഫൈലം എന്ന് പറയില്ല കുഞ്ഞുങ്ങളെ, ഡിവിഷൻ എന്നാണ് പറയുന്നത് കേട്ടോ. അതൊന്ന് ഓർത്ത് വെച്ചേക്കണേ, ആ ഒരു മാറ്റം ഇതിനകത്തിലുണ്ട്. പ്ലാന്റ്സിലാണെങ്കിൽ കിങ്ഡം, ഫൈലം അല്ലേ എന്നും പറഞ്ഞാണ് ഓർഡർ, ക്ലാസ് എന്ന ഓർഡറിലാണ് പോകുന്നത്. പക്ഷേ സസ്യങ്ങളിൽ ഫൈലത്തിന് പകരം അവിടെ ഡിവിഷനാണ് കേട്ടോ. നിങ്ങളുടെ ടെസ്റ്റ് കണ്ടോണേ, ഡിവിഷനാണ്. അതിനകത്തിൽ എന്തൊക്കെയാണ് അവിടെ പേര് നോക്കി, മാഗ്നോളിയോഫൈറ്റ എന്ന് വെച്ചാൽ പൂക്കുന്ന ഫ്ലവറിങ് പ്ലാന്റ്സിന് കേട്ടോ. അതൊരു ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ്. പ്ലാന്റ്സ് വിത്ത് സീഡ് എൻക്ലോസ്ഡ് ഇൻസൈഡ് ഫ്രൂട്ട്സ്, അതായത് പഴത്തിനുള്ളിൽ പൊതിഞ്ഞ വിത്തുള്ളവ. പഴത്തിനുള്ളിൽ പൊതിഞ്ഞ വിത്ത് ഏതാ, നമ്മളിപ്പോൾ പഠിക്കുന്ന തെങ്ങിനെ കുറിച്ചാണ്. അപ്പോൾ തേങ്ങ കേട്ടോ, അതൊന്ന് ഓർത്ത് വെച്ചേക്കണേ. ഡിവിഷനാണ്, ഡിവിഷൻ്റെ ഡിസ്ക്രിപ്ഷനാണ് കേട്ടോ അതിൻ്റെ സവിശേഷത. ഇനി അതിൻ്റെ 3 ക്ലാസ് ആണ്. ഇതിനകത്തിൽ ഫൈലമില്ല, പകരം ഡിവിഷനാണ്, ഓർത്ത് വെച്ചേക്കണേ. സസ്യങ്ങളിൽ ഡിവിഷനാണ്, ജന്തുക്കളിൽ ഫൈലവുമാണ്. ആ ഒരു മാറ്റേ ഉള്ളൂ. മറ്റേതെല്ലാം അതുപോലെയാണ്. 3 ക്ലാസ് അത് നോക്കിയേ, ലിലിയോപ്സിഡ എന്ന് വെച്ചാൽ മോണോകോട്ടിലിഡോൺ. മോണോ എന്ന് വെച്ചാൽ എന്താ, 1 കേട്ടോ. മോണോ 1, അതായത് ഏക ബീജപത്രം എന്ന് പറയും കേട്ടോ. മോണോകോട്ടിലിഡോൺ എന്ന് വെച്ചാൽ ഏക ബീജപത്രം. പ്ലാന്റ്സ് വിത്ത് പാരൽ ലീഫ്, വെനേഷൻസ് ആൻഡ് ഫൈബ്രസ് റൂട്ട് എന്ന് വെച്ചാൽ ഇതിൻ്റെ ഇല കണ്ടിട്ടുണ്ടോ? ഈ തെങ്ങിൻ്റെ ഓലയുടെ പ്രത്യേകത എന്താ, ഒരു ഓലയിൽ തന്നെ, ഇതിപ്പോൾ ഒരു ഓലയാണെങ്കിൽ ആ ഓലയിൽ തന്നെ ഇങ്ങനെ കണ്ടോ, ഇങ്ങനെയല്ലേ പോയേക്കുന്നത് അല്ലേ. ഓല കണ്ടിട്ടില്ലേ, ഇങ്ങനെയല്ലേ പോയിരുന്നു. അതാ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താ, ലിലിയോപ്സിഡ. ആ പേര് നോക്കണേ. ഏക ബീജപത്രങ്ങൾ, സമാന്തര സിരാവിന്യാസവും സമാന്തര സിരാവിന്യാസവും 4 വേരുകളും ഉള്ളവയാണ് ഇതിനകത്തിൽ വരുന്നത് കേട്ടോ, ക്ലാസ്സിനകത്തിൽ. ഇനി അടുത്ത അപ്പോൾ ഏതായിരിക്കും, ഓർഡർ എന്ന് വെച്ചാൽ അതിനകത്തിൽ അരിക്കേൽസ്. ആ പേരൊക്കെ ഇതൊക്കെ ഓർത്ത് വെച്ചേക്കണം കേട്ടോ. സസ്യങ്ങളുടെ കാര്യമാണ് നമ്മൾ പഠിക്കുന്നത്. തെങ്ങിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ തെങ്ങിനകത്തിലെ ഓർഡറിനകത്തിൽ ഏതാ വരുന്നത്, അരിക്കേൽസ്. പ്ലാന്റ്സ് വിത്ത് ലോങ് ആൻഡ് ഹാർഡ് സ്റ്റെം ആയിരിക്കും അല്ലേ. ഇതിന് പ്ലാന്റ്സ് വിത്ത് ലോങ് ആണ് അല്ലേ. തെങ്ങ് നിൽക്കുന്ന കണ്ടിട്ടില്ലേ, ലോങ് നീളത്തിലാണ്. അതുപോലെ തന്നെ ഹാർഡ് സ്റ്റെമ്മുമായിരിക്കും അല്ലേ. അരിക്കേൽസ് നീളമുള്ളതും കാഠിന്യമുള്ളതുമായ കാണ്ഡങ്ങളുള്ളവയുമാണ് തെങ്ങിൻ്റെ വേര് അല്ലേ. തെങ്ങിൻ്റെ വേരാണ് അതിൻ്റെ എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നത്. കാണ്ട എന്ന് വെച്ചാൽ തെങ്ങ് നിൽക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, നീളമുള്ളതാണ് അതിൻ്റെ വേര്. ഇങ്ങനെ ഇവിടെ ഫുള്ള് വേരായിരിക്കും കേട്ടോ. അതാണ്. ഇനി അതിൻ്റെ ഫാമിലി എന്ന് വെച്ചാൽ അരിക്കേൽസ് ഏതായിരുന്നു, ഓർഡറാണ് അരിക്കേൽസ്. ഇതൊക്കെയാണ് ഇതിനകത്തിലെ പഠിക്കാനുള്ളത്. ഓർഡർ അരിക്കേൽസ് ആണ്, പക്ഷെ ഫാമിലി അരിക്കേസിയാണ്. എന്ന് വെച്ചാൽ വലിയ സംയുക്ത ഇലകളുള്ള ശാഖകളില്ലാത്ത കാണ്ഡമുള്ളവയാണ്
കേട്ടോ. തെങ്ങോല അന്നേരം നിങ്ങൾ ഓർത്താൽ മതി, ഫാമിലി അരിക്കേസിയ, വലിയ സംയുക്ത ഇലകളുള്ള ഇല്ലേ, ഒരു ഓല ഇങ്ങോട്ട് ഇങ്ങനെ വന്നിട്ട് അതിൻ്റെ തൊട്ടപ്പുറത്ത് അടുത്ത ഇങ്ങനെ അടുത്തത് പിന്നെ അതിൻ്റെ ഇല്ലേ ഇലകളുള്ള ശാഖകളില്ലാത്ത ആണ് പ്ലാന്റ്സ് വിത്ത് ലാർജ് കോമ്പൗണ്ട് ലീവ്സ് ആൻഡ് അൺബ്രാഞ്ച്ഡ് സ്റ്റെം. ഇനി എൻ്റെ ജീനസ് എന്ന് വെച്ചാൽ കോക്കസ്, വലുതും ഒറ്റ വിത്തുള്ളതുമായ ഫലങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്നു. തേങ്ങ ഇല്ലേ, തേങ്ങ എങ്ങനെയല്ലേ, കോക്കസ് പ്രൊഡ്യൂസ് ലാർജാണ്, സിംഗിൾ സീഡ് ഫ്രൂട്ട്സ് ആണ്. ഇനി എൻ്റെ സ്പീഷ്യസോ സസ്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ഇതിനകത്തിൽ ഈ ഹിൻഡ് ഓർത്ത് വെച്ചേക്കണം. ആദ്യം പഠിക്കുന്നത് ജന്തുക്കളെ കുറിച്ചായിരുന്നു. അതിനകത്തിൽ ഈ 7 കാര്യങ്ങളും പറയുന്നുണ്ട്. അത് ജന്തുക്കളിലാണ് ഫൈലം വന്നത്, സസ്യങ്ങളിൽ അത് എന്തായിരുന്നു, ഡിവിഷൻ ആയിരുന്നു. ഇനി അതിൻ്റെ ഈ സസ്യങ്ങൾ ജന്തുക്കളുടെ എല്ലാം നമ്മളിത് പറഞ്ഞതാണ്. സസ്യങ്ങളുടെയാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തെങ്ങിൻ്റെയാണ് നമ്മൾ പറയുന്നത്. കോക്കസ് ന്യൂസിഫറ, കോക്കസ് തെങ്ങിൻ്റെ കേട്ടോ, കോക്കസ് ന്യൂസിഫറ കട്ടിയുള്ള പുറന്തോടും നാരുകളും ഖരരൂപത്തിലും ദ്രാവക രൂപത്തിലും എൻഡോസ്പേമുമുള്ള ഫലങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്നു കേട്ടോ. സ്പീഷ്യസ്, ഇതിൻ്റെ സ്പീഷ്യസ് തെങ്ങിൻ്റെയാ, കോക്കോസ് ന്യൂസിഫറ. കോക്കനട്ട് പ്രൊഡ്യൂസർ ഫ്രൂട്ട്സ് വിത്ത് എ ഹാർഡ് ഷെല്ലാണ് അല്ലേ, ചിരട്ട ഹാർഡ് ഷെല്ലാണ്. ഫൈബ്രസ് ഹസ്ക് വിത്ത് എ ലിക്വിഡ് ആൻഡ് സോളിഡ് എൻഡോസ്പേം ഇൻസൈഡ് കേട്ടോ. തേങ്ങയ്ക്കകത്തെ കാര്യം കേട്ടോ. ഓക്കെ ആണല്ലോ. അടുത്ത നമ്മളിപ്പോൾ കാർലിനേഴ്സ് സസ്യങ്ങളിലും ജന്തുക്കളിലും ഒക്കെ എന്തൊക്കെ ഉണ്ടെന്നാണ് ഇതുവരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ. ഇതിനകത്തിലെ കിങ്ഡങ്ങൾ ഏതൊക്കെയാണ് സസ്യം കിങ്ഡം അല്ലേ. ഒന്നാമത്തെ കിങ്ഡം, രണ്ടാമത്തത് ഫൈലം, ക്ലാസ്, പിന്നെ ഓർഡർ, ഫാമിലി, ജീനസ്, സ്പീഷ്യസ്. ഇത് ഇത്രയും ജന്തുക്കളിലും സസ്യങ്ങളിലും ഉണ്ടെന്ന് നമ്മളെ കാൽ ലിനേഴ്സ് ഇങ്ങനെ ഓരോന്നും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കാർലിനേഴ്സ് വർഗീകരണത്തിനനുസരിച്ച് അനിമേലിയ, പ്ലാന്റ് എന്നീ 2 കിങ്ഡങ്ങളിലാണ് ജീവികളെ തരംതിരിച്ചിരുന്നത്. അദ്ദേഹം 2ആയിട്ട് അങ്ങ് തിരിച്ചു. എന്താ, 2 കിങ്ഡം എന്നറിയപ്പെടുന്നത് 2ആയിട്ട് തിരിക്കുന്നു. പ്ലാന്റ് എന്ന് വെച്ചാൽ എന്താ, പ്ലാന്റ്സിൻ്റെ കാര്യം നമ്മളിപ്പോൾ പറഞ്ഞു. അനിമേലിയ എന്ന് വെച്ചാൽ എന്താ, അനിമൽസിൻ്റെ കാര്യമൊന്നും പറഞ്ഞു. ആരാണ്, കാൾ ലിനേഴ്സിൻ്റെ വർഗീകരണത്തിൽ 2ആയിട്ട് അദ്ദേഹം 2 കിങ്ഡം ആരാണ് അതിനെക്കുറിച്ച് നിർവചിച്ചത്, കാൾ ലിനേഴ്സ് ആണ് കേട്ടോ. പേരൊക്കെ തിരിഞ്ഞു പോവല്ലേ. ഇനി സസ്യവുമല്ല ജന്തുവുമല്ലാത്ത കുറേ കാര്യങ്ങളുണ്ട്. അതൊക്കെ ഏതൊക്കെയാ? നമ്മൾ പ്ലാന്റ്സിനകത്തിൽ പ്ലാന്റേയാന്ന് പറഞ്ഞു, ആനിമൽസിനെ എല്ലാം കൂടെ ആനിമേലിയാന്നും പറഞ്ഞു. ഇതല്ലാത്തതിനെ നമ്മൾ പ്രൊട്ടിസ്റ്റാന്ന് നമ്മൾ പറഞ്ഞായിരുന്നു അല്ലേ. എല്ലാത്തിനെയും കൂടെ നമ്മൾ പ്രൊട്ടിസ്റ്റാന്ന് ഒരാൾ പറഞ്ഞായിരുന്നു. അപ്പോൾ ഇതൊന്നും അല്ലാത്ത ജീവികളെ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്? സസ്യവുമല്ല ജന്തു, പ്ലാന്റ്സുമല്ല ആനിമൽസും അല്ലാത്തത് അങ്ങനെ കുഞ്ഞുങ്ങളെ ബാക്ടീരിയ. അത് യൂണിസെല്ലുലാർ ഓർഗാനിസവുമാണ്, പ്രോക്യാരിയോട്ടുമാണ് ബാക്ടീരിയ എന്ന് പറയുന്നത് കേട്ടോ. ഒരു ഏകകോശ ജീവിയുമാണ്, അതുപോലെ തന്നെ പ്രോക്യാരിയോട്ടുമാണ്. അതുപോലെ പാരാമീസിയം എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂണിസെല്ലുലാർ ഓർഗാനിസമാണ്. അത് ബാക്ടീരിയ ഒരു പ്രോക്യാരിയോട്ടാണെങ്കിൽ എന്താ, പാരാമീസിയം ഒരു യൂക്യാരിയോട്ടാണ് കേട്ടോ. പ്രോക്യാരിയോട്ടും യൂക്യാരിയോട്ടും ഒക്കെ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചതാണ് കേട്ടോ. ബാക്ടീരിയ ഒരു പ്രോക്യാരിയോട്ടാണെങ്കിൽ പാരാമീസിയം ഒരു യൂക്യാരിയോട്ടാണ്. പിന്നെ പാരാമീസിയം ഒരു ഹെട്രോട്രോഫാണ് അല്ലേ, പരപോഷിയാണ്. ഹാവ് മൊബിലിറ്റി, സഞ്ചാരശേഷി ഉള്ളതുമാണ് പാരാമീസിയം. ഇതിൻ്റെ എല്ലാം പടം നമ്മുടെ ടെസ്റ്റിലുണ്ട് കേട്ടോ, ബാക്ടീരിയയെക്കുറിച്ചും പാരാമീസിയത്തെക്കുറിച്ചും ഒക്കെ. അതുപോലെ അടുത്ത മഷ്റൂം, കുമിളെന്ന് പറഞ്ഞാൽ ഒരു യൂക്യാരിയോട്ടാണ്. അതുപോലെ ഹാവ് നോ മൊബിലിറ്റി, സഞ്ചാരശേഷി ഒന്നുമില്ല ഈ കുമിളിന് കേട്ടോ. ഹെട്രോട്രോപ്സ് ആണ്, പരപോഷിയുമാണ്. പരപോഷി എന്ന് വെച്ചാൽ എന്താ, ഹെട്രോട്രോപ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റ് ജീവികളെ ആഹാരം എടുത്ത് കഴിക്കുന്നതാണ് ഹെട്രോട്രോപ്സ്. ഇനി അതുപോലെ ഈസ്റ്റ് ഉണ്ട്. ഈസ്റ്റും ഈ പറയുന്ന പോലെ മഷ്റൂമിൻ്റെ കൂട്ട് തന്നെയാണ്. യൂക്യാരിയോട്ടാണ്. ഹാവ് നോ മൊബിലിറ്റി, ഹെട്രോട്രോപ്സ് ആണ്. അപ്പോൾ മഷ്റൂമും ഈസ്റ്റും തങ്ങളുടെ വ്യത്യാസം എന്താ, ഇത് രണ്ടും ഒരേ ഇത് തന്നെ ഉണ്ടോ, രണ്ടും ഒരേ ഇത് തന്നെ കേട്ടോ. അപ്പോൾ 2 കിങ്ഡത്തിനെ കുറിച്ചാണ് നമ്മൾ ഇതുവരെ പറഞ്ഞത്. ഒന്നുകൂടെ ഒന്ന് ഓർത്തോണേ കുഞ്ഞുങ്ങളെ. അതായത് ആനിമൽസിനെ അനിമേലിയ എന്നും പ്ലാന്റ്സിനെ പ്ലാന്റ് എന്നും പറഞ്ഞു. അപ്പോൾ ആനിമൽസിനകത്ത് നമ്മളെടുത്ത കടുവയുടെ പടമായിരുന്നു. അതിൻ്റെ 7 കാര്യങ്ങളും നമ്മൾ പഠിച്ചു കേട്ടോ. അതുപോലെ തന്നെ സസ്യങ്ങളിലും ഉണ്ടായിരുന്നു, ആ 7 എണ്ണവും പഠിച്ചു കഴിഞ്ഞു. ഇനി ഇതൊന്നുമില്ലാത്ത 3 എണ്ണത്തിനെ കുറിച്ചായിരുന്നു നമ്മൾ, 3 അല്ല 4 അല്ലേ. ബാക്ടീരിയ, പാരാമീസിയം, ഈസ്റ്റ്, പിന്നെ ഇപ്പോൾ പറഞ്ഞ മഷ്റൂം, ഇതൊന്നും ഇല്ലാത്തതാണ്. ഇനി അടുത്തൊരാൾ വന്നിട്ടുണ്ട് കേട്ടോ, 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ഉണ്ടെന്ന് പറഞ്ഞ്. നിങ്ങൾ 2 എണ്ണം കണ്ടുപിടിച്ചല്ലോ, എന്നാൽ 5 എണ്ണം ഉണ്ടെന്ന് പറഞ്ഞ് അടുത്ത ആൾ വരുന്നുണ്ട് കേട്ടോ. 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ, 5 കിങ്ഡം വർഗീകരണം. ബാക്ടീരിയ, പാരാമീസിയം, കൂണ്, ഈസ്റ്റ് എന്നീ ജീവികളെ പ്ലാന്റ്, അനിമേലിയ എന്നീ വിഭാഗങ്ങളിൽ ഉൾപ്പെടുത്താൻ കഴിയില്ലല്ലോ.
റോബർട്ട് എച്ച് വിറ്റാക്കർ എന്ന ശാസ്ത്രജ്ഞൻ ഈ പരിമിതി മറികടക്കാൻ ജീവികളെ 5 കിങ്ഡങ്ങളായിട്ടങ്ങ് തരംതിരിച്ചു. 2 തരംതിരിച്ചു, പിന്നെ 3 തിരിച്ചു, ഇല്ല പിന്നെ 5 ബാക്ടീരിയ, പാരാമീസിയം, മഷ്റൂം, ഈസ്റ്റ്, ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ മേളിൽ പറഞ്ഞു. ഇതൊന്നും എന്താണ് ഇൻക്ലൂഡഡ് ഇൻ ദ പ്ലാന്റ് ഓർ ആനിമൽസ്. ഇതിനെല്ലാം കൂടെ പ്ലാന്റ്സിലും ആനിമൽസിലും വെക്കാൻ പറ്റുമോ? ഇല്ല. ടു ഓവർകം ദീസ് ലിമിറ്റേഷൻസ് ദ 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ, 2 അതിന് വെക്കാൻ പറ്റില്ല. അതുകൊണ്ട് ദ സയൻറ്റിസ്റ്റായ റോബർട്ട് എച്ച് വിറ്റേക്കർ ക്ലാസിഫൈഡ് ദ ഓർഗാനിസം ഇൻ ടു 5 കിങ്ഡം. നോക്കണേ, പേര് എല്ലാം വെറൈറ്റി പേരുകളാണ്. മൊണേറ, പ്രൊട്ടിസ്റ്റ, ഫംജൈ എന്ന് പഠിച്ചോട്ടോ, ഫംജൈ, പ്ലാന്റേ, അനിമേലിയ. ഈ 5 പേരും പഠിച്ചു വെച്ചേക്കണം കേട്ടോ. അനിമേലിയയും പ്ലാന്റേയും നമ്മൾ ഇതുവരെ പറഞ്ഞു. ഇനി കേൾക്കാത്ത നിങ്ങളുണ്ടെങ്കിൽ മൊനേറ, പ്രൊട്ടിസ്റ്റ, ഫംഗി കേട്ടോ, ഫംജൈ എന്ന് പഠിക്കണം, ഫംജൈ എന്നിവയാണ് 5 കിങ്ഡങ്ങൾ. അപ്പം ഇനി അതിനെക്കുറിച്ചാണ് പറയുന്നത്. 5 കിങ്ഡങ്ങൾ ഏതെല്ലാമാണ് നോക്കിക്കേ. അതിലൊന്നാമത്തെ മൊനേറ. നോക്കൂ നിങ്ങൾ, എന്താണ് ഈ മൊനേറ? 5 കിങ്ഡങ്ങളിൽ ഒന്നാമത്തെ മൊനീറ എന്താണ്? പ്രോക്യാരിയോട്ട് ഡു നോട്ട് ഹാവ് എ ഡിസ്റ്റിങ്ക്റ്റ് ന്യൂക്ലിയസ്. ദേ ഇൻക്ലൂഡ് ദ സം ഓഫ് ദ മോസ്റ്റ് ഏൻഷ്യൻ്റ് ലിവിങ് ഓർഗാനിസം. എക്സാമ്പിൾ ബാക്ടീരിയ. അതായത് പ്രോക്യാരിയോട്ടുകൾ വ്യക്തമായ ന്യൂക്ലിയസ് ഇല്ലാത്തതാണ്. ഏറ്റവും പ്രാചീനമായ ജീവികൾ അതിനകത്ത് ഉൾപ്പെടുന്നു. ഉദാഹരണം ബാക്ടീരിയ. മൊണീറയുടെ കാര്യം കേട്ടോ. എന്നാൽ 2 പ്രൊട്ടീസ്റ്റയോ? Most of them are unicellular eukaryotes. They can be autotrophs or heterotrophs. Flagella, പേരൊക്കെ നോക്കണേ. ഫ്ലജെല്ല, സിലിയ, പിന്നെ സ്യൂഡോപോഡിയ ആർ ദെയർ ലോക്കോമോട്ടറി സ്ട്രക്ചേഴ്സ്. എക്സാമ്പിൾ അമീബ, പാരാമീസിയം ആൻഡ് യൂഗ്ലീന. ഇതിൻ്റെ എല്ലാം ഇംഗ്ലീഷ് താഴെ മലയാളം ഇംഗ്ലീഷും ഉണ്ട്. അതുകൊണ്ട് പേര് ആദ്യമായിട്ട് കേൾക്കുമായതുകൊണ്ട് മിക്കവാറും ഏകകോശ യൂക്യാരിയോട്ടുകൾ അവ സ്വപോഷികളോ പരപോഷികളോ ആവാം. ഏകകോശ ജീവികളായ യൂക്യാരിയോട്ടുകൾ സ്വപോഷികളോ പരപോഷികളോ ആവാം. ഫ്ലജെല്ല, ആ പേരൊക്കെ നോക്കണേ. സിലിയ, പിന്നെ സ്യൂഡോപോഡിയ എന്ന് വെച്ചാൽ കപടപാദങ്ങൾ എന്നാണ് അതിൻ്റെ മലയാളം കേട്ടോ. എന്നിവ ചലനോപാധികൾ. എന്നിവ എന്താണ്? മൂവബിൾ എന്ന് വെച്ചാൽ ചലനോപാധികൾ എന്ന ലോക്കോമോട്ടറി സ്ട്രക്ചറാണ്. എന്നാൽ അമീബ, പാരാമീസിയം, യൂഗ്ലീന എന്നിവയൊക്കെ ഇതിന് ഉദാഹരണങ്ങളുമാണ് കേട്ടോ. പ്രൊട്ടീസ്റ്റയുടെ കാര്യമാണ്. അടുത്ത ഫംജൈ. യൂക്യാരിയോട്ട് ദാറ്റ് ആർ സാപ്രോഫൈറ്റ്. എന്താണ് ഈ സാപ്രോഫൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ? മൃതമായതും ചീഞ്ഞഴുകുന്നതുമായ വസ്തുക്കളിൽ നിന്നും പോഷകങ്ങൾ ആഗീരണം ചെയ്യുന്നതിനാൽ അവയെ സാപ്രോട്രോപ്സിന്റെ വേറൊരു മലയാളം പേരാ കുഞ്ഞുങ്ങളെ ശവോപ ജീവികൾ എന്നാണ് കേട്ടോ. ശവോപ ജീവികൾ കേട്ടോ. ആ പേരൊന്ന് ഓർത്ത് വെച്ചേക്കണേ. നമുക്ക് ഇനി അങ്ങോട്ട് പഠിക്കാനുണ്ട്. എന്നുവെച്ചാൽ മൃതമായതും ചീഞ്ഞഴുകുന്നതുമായ വസ്തുക്കളുണ്ടല്ലോ, ചീഞ്ഞഴുകി കിടക്കുന്ന വസ്തുക്കൾ, അതിനകത്തിലെ പോഷകങ്ങൾ കഴിക്കുന്നത്, ആഗീരണം ചെയ്യുന്ന ജീവികളെയാണ് നമ്മൾ സാപ്രോഫൈറ്റ് എന്ന് പറയുന്നത് കേട്ടോ. അതൊന്ന് ഓർത്ത് വെച്ചേക്കണേ. ദേ ഡു നോട്ട് ഹാവ് ക്ലോറോഫില്ല്. മൃതഭോജികളായ യൂക്യാരിയോട്ടുകളാണ്. അതുപോലെ തന്നെ ഹരിതകണങ്ങൾ അവിടെ ഇല്ല. ദേ ഡു നോട്ട് ഹാവ് ഏതിലാണ്? ഫംജൈക്കകത്തിലാണ് കേട്ടോ. ദേ ഡു നോട്ട് ക്ലോറോഫില്ല്. പിന്നെ മോൾഡ് എന്ന് വെച്ചാൽ പൂപ്പൽ എന്നാണ് കേട്ടോ. ഈസ്റ്റ് എന്നിവ ഇതിന് ഉദാഹരണമാണ്. എല്ലാത്തിനും നമ്മുടെ ടെസ്റ്റിലെ ചോദ്യമാണ് കേട്ടോ. ഒരു 5 കിങ്ഡത്തിൻ്റെ പേര് താണ്ടെ ഇതിൻ്റെ ഉത്തരമായി ഇപ്പം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അനിമേലിയ, പ്ലാന്റ്, മൊനീറ, പ്രൊട്ടിസ്റ്റ, ഫംജെ. ഇതിൻ്റെ പ്രത്യേകതകളും ഇതിൻ്റെ ഉദാഹരണങ്ങളുമാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മൊനീറയെക്കുറിച്ചായിരുന്നു അടി പറഞ്ഞത്, അതിൻ്റെ ഉദാഹരണം. പ്രൊട്ടിസ്റ്റയെക്കുറിച്ച് പറഞ്ഞു, അതിൻ്റെ ഉദാഹരണം. ഫംജയെക്കുറിച്ച് പറഞ്ഞു, അതിൻ്റെ ഉദാഹരണം കേട്ടോ. ഇനി 2 കൂടി ഉണ്ട്. അതായത് പ്ലാന്റ്, മൾട്ടി സെല്ലുലാർ യൂക്യാരിയോട്ട് ദാറ്റ് പ്രൊഡ്യൂസ് ദെയർ ഓൺ ഫുഡ് ത്രൂ ഫോട്ടോസിന്തസിസ്. പിന്നെ പ്രകാശ സംശ്ലേഷണം വഴി സ്വയം ആഹാരം ഉണ്ടാക്കുന്ന ബഹുകോശ ജീവികളാണ് യൂക്യാരിയോട്ടുകൾ. ദേ ആർ പ്രൈമറി പ്രൊഡ്യൂസേഴ്സ്. ഇത് പ്രാഥമിക ഉൽപാദകരാണ്. ദേ ഹാവ് റൂട്ട്, സ്റ്റെം ആൻഡ് ലീവ്സ്. ഇതിന് വേരുകളും ഇലകളും കാണ്ഡങ്ങളും ഒക്കെ ഉണ്ട്. ദേ ഗ്രോ ഇൻ സോയിൽ ഓർ വാട്ടർ. ഇത് മണ്ണിലോ ജലത്തിലോ ഒക്കെ വളരുന്നതാണ് പ്ലാന്റ്സ് എന്ന് വെച്ചാൽ നമുക്കറിയാം അല്ലേ. പ്രകാശ സംശ്ലേഷണം വേണം,
പിന്നെ പ്രാഥമിക ഉൽപാദകരാണ്. വേരുകളും ഇലകളും കാണ്ഡങ്ങളും ഒക്കെ പ്ലാന്റ്സിനുണ്ടെന്നൊക്കെ അറിയാം. ഇതാണ് പ്ലാന്റേ വരുന്നത്. എന്നാൽ ഇനി അനിമേലിയ ഉണ്ട് കേട്ടോ. അനിമേലിയ എന്താണ്? ഇത് മൾട്ടി സെല്ലുലാർ യൂക്യാരിയോട്ട് ആൻഡ് ഹെട്രോട്രോപ്സ് ആണ്. ദേ ഹാവ് ലോക്കോമോട്ടറി ഓർഗൻസ് ആൻഡ് ഡെഫിനിറ്റ് റിസപ്റ്റേഴ്സ്. ദേ റേഞ്ച് ഫ്രം സിമ്പിൾ ഓർഗാനിസം ലൈക്ക് സ്പോഞ്ചസ് ടു കോംപ്ലക്സ് ഓർഗാനിസം ലൈക്ക് ഹ്യൂമൻസ്. ബഹുകോശ യൂക്യാരിയോട്ടുകൾ പരപോഷികൾ ചലനോപാധികളും നിയതമായ ഗ്രാഹികളും ഉള്ളവയാണ്. സ്പോഞ്ചുകൾ പോലെയുള്ള ലളിത ഘടനയുള്ളവ മുതൽ സങ്കീർണ ഘടനയുള്ള മനുഷ്യൻ വരെ ഇതിനകത്തിൽ ഉൾപ്പെടുന്നുണ്ട് എന്നതാണ് കേട്ടോ അനിമേലിയ. അപ്പോൾ 5 നമ്മൾ ഓരോ കിങ്ഡത്തിനെ കുറിച്ചാണ് പഠിക്കുന്നത്. 5 കിങ്ഡത്തിനകത്തിലെ ഒന്നാമത്തത് മൊണേറ, 2 പ്രൊട്ടീസ്റ്റ, 3 ഫഞ്ചൈ, 4 പ്ലാന്റ്, 5ാമത് അനിമേലിയ കേട്ടോ. അത് അത്രയും വൃത്തിയായിട്ട് എഴുതിയെടുക്കണേ. ഓക്കെ കുഞ്ഞുങ്ങളെ, അപ്പോൾ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്, ഇതുകൊണ്ടുള്ള മേന്മകൾ എന്തൊക്കെയാണ്, ഇത് കണ്ടുപിടിച്ചത് കൊണ്ടുള്ള 5 കാണാൻ പറ്റുന്നുണ്ടല്ലോ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ്റെ അഡ്വാൻറ്റേജസ്. 5 കിങ്ഡം വർഗീകരണത്തിൻ്റെ മേന്മകൾ. 1, ഈസി ടു സ്റ്റഡി ആൻഡ് അണ്ടർസ്റ്റാൻഡ്. നമുക്ക് പഠിക്കാനും മനസ്സിലാക്കാനും എളുപ്പമാണ്. ഓരോന്നിനെ കുറിച്ചും വേർതിരിച്ചൊക്കെ കണ്ടുപിടിച്ചു അല്ലേ. അപ്പം നമുക്ക് അങ്ങനെ അവർ കണ്ടുപിടിച്ചത് 5ആയിട്ട് അങ്ങ് വേർതിരിച്ചത് കൊണ്ട് നമുക്ക് അതിനെക്കുറിച്ച് പഠിക്കാൻ എളുപ്പമാണ്. ഇറ്റ് ക്ലിയർലി സെപ്പറേറ്റ്സ് പ്ലാന്റ്സ്, ആനിമൽസ്, ഫഞ്ചൈ ആൻഡ് മൈക്രോ ഓർഗാനിസം അല്ലേ. എന്ന് വെച്ചാൽ എന്താണ്? ഇത് സസ്യങ്ങൾ, മൃഗങ്ങൾ, ഫംഗസുകൾ, സൂക്ഷ്മാണുക്കൾ എന്നിവയെ വ്യക്തമായിട്ട് വേർതിരിക്കുന്നു. ക്ലാസിഫിക്കേഷൻ ഈസ് ബേസ്ഡ് ഓൺ സെൽ സ്ട്രക്ചേഴ്സ്, ന്യൂട്രിഷൻസ് ആൻഡ് ബോഡി ഓർഗനൈസേഷൻസ് വിച്ച് ഈസ് മോർ സയൻറ്റിഫിക്. വർഗീകരണം കോശഘടന, പോഷകാഹാരം, ശരീരഘടന എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. ഇത് കൂടുതൽ ശാസ്ത്രീയവുമാണ് കേട്ടോ, സയൻറ്റിഫിക് ആണ്. പിന്നെ ഗിവ് ഇമ്പോർട്ടൻസ് ടു മൈക്രോ ഓർഗാനിസം, സൂക്ഷ്മാണുക്കൾക്ക് പ്രാധാന്യം നൽകുന്നുണ്ട് കേട്ടോ. ഇറ്റ് ഹെൽപ്പ് അസ് അണ്ടർസ്റ്റാൻഡ് ഹൗ സിമ്പിൾ ഓർഗാനിസം ഡെവലപ്ഡ് ഇൻ ടു കോംപ്ലക്സ് വൺ. ലളിതമായ ജീവികൾ എങ്ങനെ സങ്കീർണമായവയായി പരിണമിച്ചുവെന്നും മനസ്സിലാക്കാൻ ഇത് നമ്മെ സഹായിക്കുന്നുണ്ട്. ഒരു 5 എണ്ണം എഴുതി വെച്ചിട്ടുണ്ട്. ഒരു 3 എണ്ണമെങ്കിലും അത് വൃത്തിയായിട്ട് പഠിച്ചു വെച്ചിരിക്കണം കേട്ടോ. എന്താ നമ്മുടെ 5 കിങ്ഡത്തിൻ്റെ അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ് എഴുതാൻ പറ്റുമല്ലോ. എഴുതാൻ പറ്റണേ കുഞ്ഞുങ്ങൾ കേട്ടോ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അടുത്ത മൊണേറയെ കുറിച്ച് എഴുതണം. മൊണേറ നമ്മൾ എന്താണ്? മൊണേറ ഈസ് ദ ഗ്രൂപ്പ് ഓഫ് ദ സിംപ്ലസ്റ്റ് ആൻഡ് മോസ്റ്റ് ആൻഷ്യൻ്റ് ഓർഗാനിസം. ഏറ്റവും ലളിതവും പ്രാചീനവുമായ ജീവികളുടെ ഒരു കൂട്ടത്തിൻ്റെ കുഞ്ഞുങ്ങളെ ഈ മൊണീറ എന്ന് പറയും. നമ്മൾ കുറച്ച് നേരം കൊണ്ട് പറയുന്നല്ലോ. എന്താ ഈ മൊണീറ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് എഴുതേണ്ടത് മൊണീറ ഈസ് ദ ഗ്രൂപ്പ് ഓഫ് ദ സിംപ്ലസ്റ്റ് ആൻഡ് മോസ്റ്റ് ആൻഷ്യൻ്റ് ഓർഗാനിസം കേട്ടോ. ഏറ്റവും ലളിതവും പ്രാചീനവുമായ ജീവികളുടെ ഒരു കൂട്ടമാണ് മൊണീറ. ദേ ആർ ഓൾ യൂണിസെല്ലുലാർ ആൻഡ് പ്രോക്യാരിയോട്ട്. ഇതെന്ന് വെച്ചാൽ എന്താണ്? ഇവയെല്ലാം ഏകകോശ ജീവികളും പ്രോക്യാരിയോട്ടുകളുമാണ്. ദ മെയിൻ ഓർഗാനിസം ഇൻക്ലൂഡഡ് ഇൻ ദീസ് ഗ്രൂപ്പ് ആർ ബാക്ടീരിയ. ഇതിൽ ഉൾപ്പെടുന്ന പ്രധാന ജീവികൾ ബാക്ടീരിയകളാണ് കേട്ടോ. പ്രൊട്ടീസ്റ്റ എന്താണ്? ഇപ്പോൾ മൊണീറ എന്നാൽ എന്തെന്ന് ചോദിക്കുമ്പോൾ ഇത് കറക്റ്റായിട്ട് പഠിച്ചെഴുതണം കേട്ടോ. എന്താണ് ഈ പ്രൊട്ടീസ്റ്റ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ These are unicellular eukaryotes ആണ്. Most protist live in aquatic habitat. Paramecium, amoeba and euglena are examples. Plasmodium and endamoeba ആണ് കേട്ടോ. ഹിസ്റ്റോളിക്, ഇത് ഇച്ചിരി പാടുള്ള വാക്കുകളൊക്കെ കേട്ടോ. ഹിസ്റ്റോളിറ്റിക്ക, അതായത് പ്ലാസ്മോഡിയം, എൻഡമീബ, ഹിസ്റ്റോളിറ്റിക്ക കേട്ടോ ആർ ഡിസീസ് കോസിങ് എന്തോത്തിൻ്റെ പ്രൊട്ടിസ്റ്റ് കേട്ടോ. പ്രൊട്ടിസ്റ്റേഡ് അതായത് ഏകകോശ ജീവികളായ യൂക്യാരിയോട്ടുകളാണിവ. പ്രൊട്ടിസ്റ്റയെക്കുറിച്ചാണ്. മിക്ക പ്രൊട്ടീസ്റ്റുകളും ജല ആവാസങ്ങളിലാണ് ജീവിക്കുന്നത്. പാരമീസിയം, അമീബ, യൂഗ്ലീന എന്നിവ ഇതിന് ഉദാഹരണമാണ്. ആ പേര് നോക്കണേ. പ്ലാസ്മോഡിയം, എൻഡമീബ, ഹിസ്റ്റോളിറ്റിക്ക എന്ന രോഗകാരികളായ പ്രൊട്ടീസ്റ്റകൾ. ഇത് 3 എണ്ണവും രോഗകാരികളായ പ്രൊട്ടീസ്റ്റകളാണ് കേട്ടോ. രോഗകാരികളായ 3 എണ്ണത്തിൻ്റെ പേര് ചോദിച്ചാൽ ഇത് 3 എണ്ണത്തിൻ്റെ പേര് എഴുതുന്നത് ഞാൻ സെപ്പറേറ്റ് എഴുതി വെച്ചേ. ഓക്കെ, തീരാറായി. അടുത്തത് ഫഞ്ചൈ. എന്താണ് ഈ ഫഞ്ചൈ? നമ്മൾ ഓരോന്നിനെ കുറിച്ചുമാണ്. ദെയർ ആർ ഇത് ഓരോന്നും യൂക്യാരിയോട്ടാണോ പ്രോക്യാരിയോട്ടാണോ എന്ന് നിങ്ങൾക്ക് തിരിഞ്ഞു പോകരുത്. ഇപ്പോൾ കുറേ എണ്ണത്തിൻ്റെ പറഞ്ഞതുകൊണ്ട് ദീസ് ആർ യൂക്യാരിയോട്സ് എക്സെപ്റ്റ് ഫോർ എ ഫ്യൂ ലൈക്ക് ഈസ്റ്റ്. ദ അതേഴ്സ് ആർ മൾട്ടി സെല്ലുലാർ. ഫംഗൽ സെൽസ് ഹാവ് എ സെൽ വാൾ മെയ്ഡ് ഓഫ് എ സബ്സ്റ്റൻസ് കാൾഡ്, ആ പേര് നോക്കണേ, കൈറ്റിൻ ആണ് കേട്ടോ. കൈറ്റിൻ. അതായത് യൂക്യാരിയോട്ടുകളാണ് ഇവ.
ഏതാ ഫഞ്ചിയെ കുറിച്ചാണ്. ഫഞ്ചി എന്ന് വെച്ചാൽ യൂക്യാരിയോട്ടാണ്. എക്സെപ്റ്റ് ഫോർ എ ഫ്യൂ ലൈക്ക് ഈസ്റ്റ് ദ അതേഴ്സ് ആർ മൾട്ടി സെല്ലുലാർ. ഈസ്റ്റ് പോലുള്ള ചില ഇനങ്ങൾ ഒഴികെ ഭൂരിഭാഗവും ബഹുകോശ ജീവികളാണ്. ഈ ഫംഗൽ ഉണ്ടല്ലോ, ഫംഗൽ സെൽസ് ഹാവ് എ സെൽ വാൾ മെയ്ഡ് ഓഫ് എ സബ്സ്റ്റൻസ് കാൾഡ് കൈറ്റിൻ ആണ്. അതായത് ഫംഗസ് കോശങ്ങൾക്ക് കൈറ്റിൻ എന്ന പദാർത്ഥം കൊണ്ട് നിർമ്മിച്ച ഒരു കോശഭിത്തി ഉണ്ടെന്നാണ് പറയുന്നത്. സിൻസ് ഫംഗി ഡു നോട്ട് ഹാവ് ക്ലോറോഫിൽ ദേ കനോട്ട് പെർഫോം ഫോട്ടോസിന്തസിസ്. ഫംഗസുകളിൽ ക്ലോറോഫിൽ ഇല്ലാത്തതിനാൽ അവയ്ക്ക് പ്രകാശ സംശ്ലേഷണം നടത്താനുള്ള കഴിവില്ല കേട്ടോ. പിന്നെയോ ദേ അബ്സോർബ് ന്യൂട്രിയൻസ് ഫ്രം ഡെഡ് ആൻഡ് ഡീക്കേയിങ് മാറ്റർ, സോ ദേ ആർ കാൾഡ് സാപ്രോഫൈറ്റ്. നമ്മൾ സാപ്രോഫൈറ്റ് എന്നാൽ എന്തെന്ന് പഠിച്ചതാ അല്ലേ? എന്താ? മൃതമായതും മുമ്പ് ഞാൻ പറഞ്ഞില്ലേ, മൃതമായതും ചീഞ്ഞഴുകിയതുമായ വസ്തുക്കളിൽ നിന്നും ആ ചീഞ്ഞഴുകി കിടക്കുന്നതിൽ നിന്നുമുള്ള പോഷകങ്ങൾ എടുത്ത് കഴിച്ചുകൊണ്ട് കിടക്കുന്നത് അല്ലേ? പോഷകങ്ങൾ ആഗിരണം ചെയ്യുന്നതിനാൽ അവയെ ശവോപജീവികൾ, സാപ്രോഫൈറ്റിന്റെ മലയാളം എന്തുവാ? ശവോപജീവികൾ എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, ലാസ്റ്റ് നോക്കൂ നിങ്ങളെ, പേരിന് പിന്നിൽ എന്ന് പറയുന്ന ഒരു ഹെഡിങ് കിടപ്പുണ്ട് കേട്ടോ. അതിനകത്തിൽ ബൈനോമിയൽ നോക്കണേ, ബൈനോമിയൽ നോമൻക്ലേച്ചർ, ദ്വിനാമ പദ്ധതി. It was Carl Linnaeus who developed the method of naming organisms scientifically. ജീവികൾക്ക് ശാസ്ത്രീയമായിട്ട് പേര് നൽകുന്ന രീതി ആവിഷ്കരിച്ചതും നമ്മുടെ കാൾ ലിനേഴ്സ് ആണ്. ഇതിനകത്ത് കൂടുതൽ കാര്യങ്ങളും അദ്ദേഹമാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? ദി സയന്റിഫിക് മെത്തേഡ് ഓഫ് നെയിമിംഗ് വേർ ദ ജീനസ് നെയിം കംസ് ഫസ്റ്റ് ആൻഡ് ദ സ്പീഷ്യസ് നെയിം സെക്കൻഡ് ഈസ് കാൾഡ് ബൈനോമിയൽ നോമൻ ക്ലച്ചർ അല്ലേ? അതായത് വർഗീകരണ തലത്തിലെ ജീനസ് നാമം ആദ്യം എഴുതണം, പിന്നെ സ്പീഷ്യസ് നാമം രണ്ടാമതും ചേർത്ത് പേര് നൽകുന്ന ശാസ്ത്ര രീതിക്കാണ് നമ്മൾ ദ്വിനാമ പദ്ധതി എന്ന് പറയുന്നത്. ദ്വിനാമ പദ്ധതി എന്ന് പറയുന്നത്, അതായത് നമ്മുടെ മനുഷ്യൻ്റെ ശാസ്ത്രനാമം എന്ന് പറയുന്നത് ഹോമോസാപ്പിയൻസ് എന്നാണ്. മനുഷ്യൻ്റെ ശാസ്ത്രനാമം എന്ന് പറയുന്നത് ഹോമോസാപ്പിയൻസ് എന്നാവും നിങ്ങളെ. അതിലെ എച്ച് എന്ന് പറയുന്നത് എന്താണ്? ക്യാപിറ്റൽ ലെറ്ററിൽ വേണം എഴുതാൻ. HOMO, ഹോമോ കേട്ടോ, ഹോമോ. അതെന്ന് വെച്ചാൽ നോക്കിയേ, ഹോമോ വേറെ, സാപ്പിയൻസ് വേറെ. ഇതിനകത്ത് പറയുന്നത് എന്താണ്? ജീനസ് നാമം, ജീനസിൻ്റെ നാമം നോക്കിയേ, ഹോമോ. ഹോമോ എന്ന് പറയുന്ന ജീനസും രണ്ടാമത് അതിൻ്റെ സ്പീഷ്യസും വേണം എഴുതാൻ. സ്പീഷ്യസ് ആണ് സാപ്പിയൻസ്, ഹോമോ സാപ്പിയൻസ്. ഇനി അതിനകത്തിൽ ഒരെണ്ണോടുണ്ട്, ഇതിൻ്റെ റൂൾസ് എഴുതാൻ പറയും. ദ്വിനാമ പദ്ധതികളുടെ അല്ലേ ബൈനോമിയൽ നോമൻ ക്ലച്ചറിൻ്റെ ദ്വിനാമ പദ്ധതിയുടെ നിയമങ്ങൾ അല്ലെ റൂൾസുകൾ എന്തെല്ലാമാണ്? ശാസ്ത്രീയ നാമകരണ പദ്ധതിയിൽ ജീവികളുടെ പേരിന് 2 ഭാഗങ്ങൾ ഉണ്ടായിരിക്കണം. നമ്മളിപ്പോൾ പറഞ്ഞല്ലോ, പേരിൻ്റെ ആദ്യ ഭാഗം ജീനസ് നാമവും രണ്ടാം ഭാഗം സ്പീഷ്യസ് നാമവും ആയിരിക്കണം. ഇംഗ്ലീഷ് ഭാഷയിൽ ശാസ്ത്രീയ നാമം എഴുതുമ്പോൾ ജീനസ് നാമം വലിയ അക്ഷരത്തിൽ തുടങ്ങണം. നമ്മൾ തുടങ്ങുമ്പോൾ ക്യാപിറ്റൽ ലെറ്ററിൽ ഏത് പേരാണോ എഴുതുന്നത് അതിൻ്റെ ആദ്യത്തേത് ക്യാപിറ്റൽ ലെറ്റർ. ശാസ്ത്രീയ നാമം അച്ചടിക്കുമ്പോൾ ഇറ്റാലിക്സിൽ അച്ചടിക്കണം കേട്ടോ. ഇറ്റാലിക്സ് എന്ന് വെച്ചാൽ എന്താ? ഈ എഴുതുന്ന അക്ഷരങ്ങൾ ഒരിച്ചിരി ചരിച്ച്, ഇറ്റാലിക് എന്നൊക്കെ നമ്മൾ ഫോണിൽ ചെയ്യുമ്പോൾ ഇറ്റാലിക് എന്താ? ഹോമോസാപ്പിയൻസ് എന്ന് വെച്ചാൽ ഒരിച്ചിരി ചരിച്ച് വേണം അച്ചടിക്കാൻ കേട്ടോ. അപ്പോൾ തീർന്നു നിങ്ങളെ. ലാസ്റ്റ് എന്താണ്? 6 കിങ്ഡം ഉണ്ട്. ലാസ്റ്റിൽ 6 കിങ്ഡം വന്നായിരുന്നു കേട്ടോ. 6 കിങ്ഡം ഏതൊക്കെയാണ് നോക്കിയേ? ആർക്കെ ബാക്ടീരിയ, യു ബാക്ടീരിയ, പ്രൊട്ടിസ്റ്റ, ഫഞ്ചൈ, പ്ലാന്റ്, അനിമേലിയ. അപ്പോൾ 5 കിങ്ഡം ചോദിച്ചാൽ അത് എഴുതണം. 2 കിങ്ഡത്തിലായിരുന്നു നമ്മൾ തുടങ്ങിയത് അല്ലേ? 2ആയി, പിന്നെ 5ആയി, ഇപ്പോൾ 6 എണ്ണമായി കേട്ടോ. 6 എണ്ണത്തിൻ്റെ പേരൊന്ന് പഠിച്ച് വെച്ചേക്കണേ. അതിൻ്റെ ലാസ്റ്റിൽ ഇപ്പം നമ്മൾ ലോകത്തെമ്പാടുമുള്ള മനുഷ്യരുടെ പൊതു പൂർവികനും ഒന്ന് തന്നെ ആയിരിക്കും അല്ലേ? അതിൻ്റെ സ്പീഷ്യസിനെ കുറിച്ച്. അതുകൊണ്ട് എല്ലാ മനുഷ്യരെയും സാപ്പിയൻസ് എന്ന സ്പീഷ്യൽസ് ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്നാണ് കേട്ടോ. ആൾ ഹ്യൂമൻസ് അറൗണ്ട് ദ വേൾഡ് ഷെയർ എ കോമൺ ആൻസിസ്റ്റർ. ആൻസിസ്റ്റർ എന്ന് വെച്ചാൽ എന്താണ്? പൂർവികർ എന്നാണ് കേട്ടോ. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ നോട്ട് എഴുതിയില്ല, ഏകദേശം എല്ലാം ഞാൻ എഴുതിയിട്ടുണ്ടോ നിങ്ങളെ. ഈ ചാപ്റ്റർ ഇത്രയേ ഉള്ളൂ. ഇത് വൃത്തിയായിട്ട് പഠിച്ചിട്ട് കമൻറ്റ് പറയണം കേട്ടോ. എഴുതിയെടുത്തിട്ട് വൃത്തിയായിട്ട് എഴുതിയെടുക്കണേ കുഞ്ഞുങ്ങളെ. നമ്മൾ എല്ലാ ചാപ്റ്ററിൻ്റെയും ഇതുവരെയുള്ള എല്ലാ ചാപ്റ്ററിൻ്റെയും നോട്ട് നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. നിങ്ങൾ വൃത്തിയായിട്ട് അത് എഴുതിയെടുക്കണം കേട്ടോ. ഓക്കെ കുഞ്ഞുങ്ങളെ, താങ്ക് യു.